നമസ്കാരം. ഇന്ന് മാർക്കറ്റിൽ ധാരാളം പ്രീമിയം ബ്രാൻഡുകൾ നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് പ്രീമിയം ബ്രാൻഡ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നത്? ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ജീവൻ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, നമുക്ക് രണ്ട് ടെർമിനോളജീസ് യൂഷ്വലി ഉണ്ട്. അതായത് പ്രീമിയം ബ്രാൻഡും ഒപ്പം തന്നെ ലക്ഷറി ബ്രാൻഡ്സും. എന്താണ് ഇവ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്? നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പ്രീമിയം ബ്രാൻഡും ലക്ഷറി ബ്രാൻഡും ഒരുപോലെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതെ, നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ആപ്പിളിന്റെ പ്രോഡക്ട്സ് എടുക്കുകയാണ്. ആപ്പിളിന്റെ പ്രോഡക്ട്സ് ഒരു ലക്ഷറി ബ്രാൻഡ് എന്ന് പറയാൻ പറ്റും, അതൊരു പ്രീമിയം ബ്രാൻഡാണ്. കാര്യം അതിന്റെ പ്രൈസ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അവരതിനുള്ള കാര്യങ്ങൾ നമുക്ക് നിരത്തുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന അലുമിനിയം റീസൈക്കിൾഡ് ആണ്. അത്ര കുറേ വാല്യൂസ് ഒക്കെ ഉണ്ട്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഇപ്പം സുപ്രീം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ക്യാപ്പ് വാങ്ങിക്കുകയാണ്. ഏകദേശം 5,000-6,000 രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് വരും അതിന്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസ്. അത് നമുക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവരൊരു ചെറിയൊരു ട്രൗസർ വാങ്ങിക്കുന്നെങ്കിൽ 12,000-13,000 രൂപയാണ്. ഇനി ചില മറ്റു കമ്പനികളുണ്ട്, പൃഥ്വിരാജൊക്കെ യൂസ് ചെയ്യുന്ന ഷൂ എന്ന് പറഞ്ഞിട്ട് പണ്ട് ട്രെൻഡിങ് സാധനം, ബ്രാൻഡ് നെയിം എനിക്ക് ഓർമ്മയില്ല, അതിന് 2 ലക്ഷം അത്രയും പ്രൈസ് ഉണ്ട് ഒരു ഷൂവിനാണ്. അപ്പൊ അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മോഹൻലാൽ എടുക്കിട്ടുള്ള ഷർട്ടിന് 25,000-30,000 രൂപ ചാർജ് വില എന്ന് പറയുന്നത് ലക്ഷങ്ങളൊക്കെ വരുന്ന അത് ലക്ഷറി. നമുക്ക് അതിന്റെ ആ അല്ലെങ്കിൽ ലക്ഷറി പ്രൈസിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രീമിയം ബ്രാൻഡിന്റെ പ്രൈസിനെ നമുക്ക് ഒരു പരിധി വരെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പ്രീമിയം ബ്രാൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ഒരുപാട് ബ്രാൻഡ് ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രീമിയം ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് എങ്ങനെ ബ്രാൻഡ് ബിൽഡിംഗ് നമ്മൾ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രീമിയം ബ്രാൻഡ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നോക്കാം. എനിക്ക് തോന്നുന്നു ജീവൻ പറഞ്ഞതുപോലെ തന്നെ ഡെഫിനറ്റ്ലി പ്രീമിയം ബ്രാൻഡ് നമ്മുടെ മനസ്സിൽ ഓർക്കുന്ന സമയത്ത് വില തന്നെയാണ് വരുന്നത്. സാധാരണ ബ്രാൻഡിനേക്കാളും കൂടുതൽ പ്രൈസിലാണ് പ്രീമിയം ബ്രാൻഡുകൾ വിൽക്കുന്നത്. പക്ഷേ വില കൂടിയതുകൊണ്ട് മാത്രം ഒരു ബ്രാൻഡ് പ്രീമിയം ആകുമോ എന്നുള്ളതാണ് ചോദ്യം. ആവില്ല. നമ്മുടെ നാട്ടിൽ എക്സാമ്പിൾ പറയാം, ഒരുപാട് നമ്മുടെ നാട്ടിൽ ബിസ്ക്കറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മസാല പൗഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നാളെ വിപണിയിൽ ഒരു മഞ്ഞൾപ്പൊടി ഇറക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിന് ഒരു 10 ഗ്രാമിന് അല്ലെങ്കിൽ ഒരു 100 ഗ്രാമിന് 5,000 രൂപ വെക്കണം. ഞങ്ങൾ ഇത് പ്രീമിയം ബ്രാൻഡാണ്. അപ്പൊ ആൾക്കാരോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ 5,000 രൂപ വെച്ച് ഇത് പ്രീമിയം എന്ന് പറയാം? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇത് ഇനി ചന്ദ്രനിൽ കൃഷി ചെയ്തിട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിന് ഈ പൈസ എനിക്ക് വിൽക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത്തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ജസ്റ്റിഫിക്കേഷൻ ഡെഫിനറ്റ്ലി അത് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഇത് കസ്റ്റമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കസ്റ്റമർ സൈക്കോളജിയാണ് ഈ പ്രീമിയം ബ്രാൻഡ് ലക്ഷറി ബ്രാൻഡ് എൻറ്റയർലി കസ്റ്റമർ സൈക്കോളജിയാണ്. പ്രീമിയം ബ്രാൻഡ് എന്ന് പറയുന്നത് കസ്റ്റമർ സൈക്കോളജിന്റെ ഒരു ഭാഗം അതിനകത്ത് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതിൽ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നത് ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് പ്രീമിയം, അല്ലെ? അതൊരു പ്രീമിയം ലുക്ക് വരണം. എങ്ങനെയാണ് ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരിക? അതായത് കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് അത് പ്രീമിയം ആണെന്നുള്ളൊരു തോന്നൽ വരണം. ഉദാഹരണത്തിന് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 ബിസ്ക്കറ്റാണുള്ളത്. ഒന്ന് 50-50, മറ്റൊന്ന് ഡാർക്ക് ഫാൻറ്റസി. ഇത് കാണുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഇതിൻ്റെ ഇത് രണ്ടും കാണുന്ന സമയത്ത് ജീവൻ ഏതാണ് കുറച്ചൊരു പ്രീമിയം ആയിട്ട് തോന്നുന്നത്? ഡാർക്ക് ഫാൻറ്റസി. അത് എല്ലാവർക്കും സംശയം വേണ്ട. ഇത് പ്രൈസ് ഇതിന് ഏകദേശം 30 രൂപയാണ്. ഇത് 100 ഗ്രാം, ഇതിന് 60 ഗ്രാം ഒക്കെയാണ്, 40 രൂപയാണ്. അധികം പ്രൈസ് ഡിഫറൻസ് വലിയ രീതിയിൽ വരുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് കാണുന്ന സമയത്ത് ഒരു പ്രീമിയം പ്രോഡക്റ്റ്. ഇത് ചെറുതാണ്, ഓക്കെ, കമ്പാരിറ്റീവ്ലി ചെറിയൊരു പ്രോഡക്റ്റാണ്, ഇതിൻ്റെ സ്മോളർ സൈസാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനേക്കാളും. നമ്മൾ പഴയ ടൈഗർ ബിസ്ക്കറ്റും ഇതും വെച്ച് കമ്പയർ ചെയ്ത് ടൈഗർ ബിസ്ക്കറ്റ് നോക്കി കിട്ടിയില്ല. അപ്പോൾ ടൈഗർ ബിസ്ക്കറ്റും ഇതും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് അതെ, അത് നമ്മൾ ഇതും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രീമിയം എന്ന് തോന്നിപ്പിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുറമേയുള്ള ഒരു കാഴ്ചയിൽ എന്തുകൊണ്ട് ആൾക്കാർ ഇത് പ്രീമിയം ആണെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കളറാണ്. നമ്മൾ പ്രീമിയം ബ്രാൻഡ്സ് ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ വളരെ ലൈറ്റർ കളറായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഡാർക്കർ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ക്ലീൻ വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗോൾഡൻ കളറോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറോ ആയിരിക്കും. അതെന്തോ ആൾക്കാരെ മനസ്സിൽ അങ്ങ് പതിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു ഡാർക്കർ കളർ അല്ലെങ്കിൽ ലൈറ്റർ കളർ, ഫ്രഷ് കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഐഫോണാണ്, രണ്ടും ഐഫോണാണ്. നോക്കിയാൽ മനസ്സിലാവും, ഡാർക്കർ ആൻഡ് ലൈറ്റർ. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂഷ്വലി ചില കമ്പനികളെ വിവോ ഒക്കെ പോലത്തെ കമ്പനി ഇവിടെ ഭയങ്കര തിളക്കമൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൈനിങ്, ഇങ്ങനെ മഴവില്ല് കാണാൻ പറ്റും. അതെ, അപ്പൊ അതും പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് അതിൽ. ഇതിനകത്ത് നോക്കൂ, ഇതിപ്പോ നമ്മൾ പുറത്തത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ഇത് തുറന്നു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ സാധനവും സെപ്പറേറ്റ് പാക്കറ്റിനകത്താണ്. അത് ഭയങ്കര ഒരു ഇത് ആദ്യം ഇന്ത്യയിൽ വന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇത് പൊട്ടിച്ച് കഴിഞ്ഞതിനകത്ത് ഈ സാധനം നമുക്ക്
ഓരോന്നും ഓരോ ഇതായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പൊ ഇത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇവർക്ക്. ഇത് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി തന്നെ ചെയ്തൊരു പരിപാടിയാണ്. ഡെഫിനറ്റ്ലി ഇതിന്റെ കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. രണ്ട്, നീറ്റ്നെസ് എന്ന് പറയുന്നത്, റൈറ്റ്, വളരെ നീറ്റായിട്ട് ഇതിലിപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഗ്രാഫിക് ഉണ്ട്, നീറ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്കാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ആൾസോ പേരാണെങ്കിലും അടുക്കി വെച്ചിട്ടുള്ളതാണെങ്കിലും വളരെ നീറ്റ്നെസ് ഉണ്ട്. ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് മുളകുണ്ട്, ഒപ്പം തന്നെ എല്ലാ സാധനങ്ങളുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഡിസൈൻ ഉണ്ട്, ഒരുപാട് ഡിസൈൻസിൻ്റെ ഒരു അതിപ്രസരമാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിൽ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, റൈറ്റ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഒരു ഫോക്കസ് പോയിന്റ് പോകും. ഇതിനകത്ത് ഫോക്കസ് പോയിന്റ് പോകാൻ നമുക്ക് അങ്ങനെ ഒരു വിഷ്വലി നമുക്ക് തോന്നുന്നില്ല. ഫോണ്ടാണെങ്കിൽ ഇതിന്റെ ഫോണ്ട് ഭയങ്കര സിമ്പിൾ ഫോണ്ടാണ്. ഇതിനകത്ത് എത്ര ഫോണ്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇതിൽ നമുക്ക് എഴുതി പൊട്ടറ്റോസ് മസ്തി മസാല എന്ന് എഴുതിയിട്ടുള്ളത് ഒരു ഫോണ്ടിലാണ്, ബാക്കിലുള്ള കോണ്ടന്റ് മറ്റൊരു ഫോണ്ടിലാണ്. സോ മൾട്ടിപ്പിൾ ഫോണ്ട്. ഇതിലാണെങ്കിൽ വളരെ സിമ്പിൾ. അപ്പോൾ മിനിമലിസം എന്ന് പറയുന്നത് പ്രീമിയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ അതൊരു പ്രീമിയം ബ്രാൻഡായിട്ട് മാറത്തില്ല. വളരെ മിനിമലായിട്ട് ഉള്ള അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പലപ്പോഴും പ്രീമിയം ആയിട്ട് ആൾക്കാർ കാണുന്നത്. ജീവൻ അതേപോലെ തന്നെയാണ്. ഇത് കളറിൻ്റെ കാര്യം, ഒപ്പം തന്നെ ഫോണ്ട്, ഇതിൽ നീറ്റ്നെസ് എല്ലാം ഒരു ഘടകമാണ്. ഒപ്പം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ്, ആ ടോൺ ഓഫ് വോയിസ് നമ്മൾ പറയും. അപ്പം ഇപ്പോൾ ഇതിൽ മസ്തി മസാല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിൽ മസ്തി ചോക്ലേറ്റ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫീൽ അങ്ങ് പോകും, അല്ലേ. അപ്പോൾ ഡെയ്സി മസാല എന്നൊക്കെ ചിലവിടെ എഴുതാറുണ്ട്. അത്തരത്തിൽ ഇതിന് ഡെയ്സി ചോക്ലേറ്റ് അത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡെയ്സി നട്ട്സ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ അങ്ങ് നഷ്ടമാവും. അപ്പോൾ ഈ ടോൺ ഓഫ് വോയിസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും ടാഗ്ലൈൻസ് ആണെന്നുണ്ടെങ്കിലും മെസ്സേജിങ്സ് ആണെന്നുണ്ടെങ്കിലും അതും പ്രീമിയത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ലുക്കിൻ്റെ കാര്യം പറഞ്ഞു, ഒരു പ്രീമിയം പാക്കേജ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കണ്ടിട്ടുള്ള പ്രീമിയം പാക്കേജസ് ഏതൊക്കെയാണ്, അവരതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ജസ്റ്റ് ബിസ്ക്കറ്റ് ബ്രാൻഡ് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡുകൾ നോക്കുക. പ്രീമിയം പ്രോഡക്ട്സ് എന്ന് തോന്നുന്ന കുറേ പ്രോഡക്ട്സും ഉണ്ടാവും, ഒപ്പം തന്നെ മറ്റുള്ള പ്രോഡക്ട്സ് ഉണ്ട്. കമ്പയർ ചെയ്ത് നോക്കുക എന്ത് ഡിഫറൻസ് ആണ് കാണുന്നത് എന്നുള്ളത്. ഇനി രണ്ട്, കാഴ്ചയിൽ മാത്രമല്ല, ഇത് ഞാൻ ഇത് കയ്യിൽ പിടിച്ച് നല്ല രസമാണ്. പക്ഷേ ഇത് നമ്മൾ ശബ്ദം നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, അല്ലേ. ഇതിൻ്റെയും ഈ ഒരു കവറിനെയും തമ്മിലുള്ള ഡിഫറൻസ് സി, അത് ഇതിന്റെ പുറത്തുള്ള ആ ഒരു ഫീൽ തന്നെ വ്യത്യാസമുണ്ട്. ഇതൊരു കുറച്ചുകൂടി ഒരു സാധാരണ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ തൊടുന്ന പോലെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം സാധനം തൊടുന്ന ഫീലാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു മാറ്റ് ഫിനിഷ് കൈൻഡ് ഓഫ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ഗ്ലോസി കൈൻഡാണ്. പക്ഷേ ഇത് തൊടുന്ന സമയത്ത് ആ സൗണ്ട് ആണെങ്കിലും ഒരു രസമാണ്. അപ്പം ടച്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ഇതിൻ്റെ ബോക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇത്തരത്തിൽ ബോക്സ് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ ഒരു ബോക്സും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ആൻഡ് അതിലും ഇവർ നമ്മൾ തൊടുമ്പോൾ തന്നെ ആ ഒരു ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കുറച്ചൊരു സ്ട്രോങ്നെസ്, മാറ്റ് ഫിനിഷാണ്. അപ്പോൾ പാക്കിങ്ങിൽ നമ്മൾ ടച്ചിങ്ങിലും ആ ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കണം. ഇനി ജീവൻ നമുക്ക് ഇപ്പോൾ നമ്മൾ ലുക്കിൻ്റെ കാര്യത്തിൽ എങ്ങനെ പ്രീമിയം ആക്കാമെന്നുള്ളത് പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടച്ച്, ഇപ്പം നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഓപ്പൺ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും രസമാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അകത്തുനിന്ന് ചോക്കോ ലാവ പുറത്തേക്ക് വരും. അപ്പം അതൊരു ഫീലാണ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതാണ് പ്രീമിയം ബ്രാൻഡ്. ഇതൊരു പ്രീമിയം ബ്രാൻഡ് ആയിരിക്കത്തില്ല, പക്ഷേ ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമാണ്. ഇനി മറ്റൊന്നാണ് ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇത് പ്രൈസിൽ മാത്രമല്ല, ഡെഫിനറ്റ്ലി അത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ജസ്റ്റിഫൈ നമുക്ക് ലുക്കിലും എല്ലാം ഇതാക്കാനായിട്ട് കഴിയും, പക്ഷെ നമുക്ക് ഫീലിംഗ്, നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഫീല്, അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉള്ളതായിരിക്കും ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ ഒരു മെയിൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇപ്പോൾ ആയിട്ട് പറയാം. അതായത് ഇപ്പോൾ മാക്ബുക്ക് ഉണ്ട് നമ്മളുടെ അടുത്ത്, ഇതേ ഡിസൈനിലാണ് ഷവോമി നോട്ട് അവൻ്റെ ബുക്ക് ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. ഇവിടെ ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട്, അവിടെ ഷവോമി നേരിട്ടുണ്ട്. ബാക്കി ഡിസൈൻ വൈസ് ഒക്കെ സെയിം ആണ്. പക്ഷെ പ്രശ്നം ഇതാണ്, എന്തുകൊണ്ട് അതിന് പ്രീമിയം ബ്രാൻഡ് ആവുന്നില്ല എന്നുള്ളത് അതിന്റെ പെർഫോമൻസിന്റെ പ്രശ്നമാണ്. അത് എടുത്ത് നമ്മൾ യൂസ് ചെയ്ത സമയത്ത് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു കാര്യത്തിൽ പെർഫോമൻസ് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ഈ ലുക്കിൽ മാത്രം പോരാ. നമ്മൾ പറയാറുണ്ട് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന്. പക്ഷെ പീപ്പിൾ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, ബട്ട് സ്റ്റിൽ അതിനകത്തും എന്തെങ്കിലും സ്റ്റഫ് വേണം. കാണാൻ നല്ല രസമാണ്. ഇത് ഡാർക്ക് ഫാന്റസി കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇതിനകത്ത്
പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല, നട്ട്സ് ഒന്നും അവർ വെച്ചിട്ടില്ല നേരെ വേണം, ഡെഫിനറ്റ്ലി നമുക്ക് അതൊരു പ്രീമിയം ബ്രാൻഡ് ആവത്തില്ല, നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഇതൊരു 5-6 ചോക്ലേറ്റ്സ് മീൻസ് ബിസ്ക്കറ്റ്സ് ഇതിനകത്ത് ഉണ്ടാവും, നമുക്ക് 40 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ വേണം. അപ്പോൾ അതിലൊന്ന് പെർഫോമൻസ് തന്നെയാണ്. മറ്റൊന്ന് ഈസ് ടു യൂസ്, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. അധികം ഹേർഡിൽസ് ഇല്ലാതെ വളരെ സിമ്പിളായിട്ട്. അത് ഈ പറഞ്ഞ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം നമുക്കൊരു മീ ബുക്ക് അല്ലെങ്കിൽ സാധാരണ ലാപ്ടോപ്പ് നമ്മുടെ ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം, അതിനകത്ത് ഹോട്ട്സ്പോട്ടുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യണം. കുറഞ്ഞ് നമ്മൾ 2 സോഫ്റ്റ്വെയർ എങ്കിലും അവിടെ ഇവിടെ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ ആപ്പിളിന്റെ ആ ഇക്കോസിസ്റ്റത്തിനകത്ത് ഗുണം വെച്ചാൽ നമുക്കിത് അപ്പം തന്നെ കോൾ അതിൽ വരുന്നു, എടുക്കാം, നമുക്ക് ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യാൻ ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്കിൽ പറ്റുന്നു. ഈവൻ അവർ എയർപോർട്ട്സ് ആണ് നമ്മൾ വെക്കുന്ന സമയത്ത് കൺവീനിയൻസ്, ഒരു ഈസി ഓഫ് യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അതെ, അതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഒരു സുപ്പീരിയറിറ്റി, റൈറ്റ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ ഈവൻ ഇതിൻ്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മെറ്റാലിക് ആണ്. സോ അത് തൊടുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു അലുമിനിയത്തിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ജീവൻ അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാല്യൂ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്, ഇത്തരത്തിലുള്ള പ്രീമിയം ബ്രാൻഡ്സിന് കൊടുക്കാൻ കഴിയുന്നത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ മാക്ക് എടുക്കുകയാണെങ്കിലും അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു അലുമിനിയം ഫിനിഷ് വെച്ചിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് നമുക്ക് തൊടുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീല് കിട്ടും, ആ ഒരു ക്വാളിറ്റി, ഒരു പ്രീമിയം പ്രോഡക്റ്റിന്റെ ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രീമിയം സുപ്പീരിയർ ആയിട്ടുള്ള പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും സുപ്പീരിയർ ആവണം. നമ്മൾ വെറുതെ സുപ്പീരിയർ ആണെങ്കിൽ പ്രീമിയം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡെഫിനറ്റ്ലി പ്രീമിയം ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് കഴിയണം. അതായത് എഗെയിൻ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്, നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയണം. നമ്മൾ ഒരു 5000 രൂപ ഒരു പ്രോഡക്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 5000 രൂപയ്ക്ക് വേർത്ത് ആണ് എന്നുള്ളത് നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ പ്രൂവ് ചെയ്യാനായിട്ട് കഴിയണം. സിജു, ഒപ്പം തന്നെ ഇവർ പറയുന്നത്, ഇപ്പം നമ്മൾ മാക്കിന്റെ കേസ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അപ്പം ഇവർ പറയുന്നത് കാർബൺ ന്യൂട്രൽ 2025 കാർബൺ ന്യൂട്രൽ ആവാന്നൊരു ഉദ്ദേശത്തോടെ ചാർജറൊക്കെ എടുത്ത് ഒഴിവാക്കി. അത് നല്ലതാണോ മോശമാണെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ അവർക്കൊരു എത്തിക്കൽ സസ്റ്റൈനബിൾ അത്തരത്തിലുള്ള ഒരു ഫിലോസഫി ഉണ്ട്. അപ്പം അത്തരം ഒരു ഫിലോസഫിയൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അതൊരു പ്രീമിയം ബ്രാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സാധാരണ ഒരു ബ്രാൻഡ് പറഞ്ഞാൽ ആ രീതിയിൽ അത് ആൾക്കാർ എടുക്കണമെന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു എത്തിക്കൽ ബ്രാൻഡിങ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് മറ്റൊരു വീഡിയോ അതിനെ കുറിച്ച് ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള ഒരു ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് ഒരു യുണീക്നെസ്സും, ഒപ്പം തന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും യുണീക്നെസ് ഉണ്ടായിരിക്കണം അതിന്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രീമിയം സേവിംഗ് മറ്റൊരു പ്രധാനപ്പെട്ട വാല്യൂ ആണ്. ചുരുങ്ങിയ സമയത്തിൽ ഒരു ഗാഡ്ജറ്റോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രീമിയം ബ്രാൻഡിന് ഒരു റീസൺ ആവും, ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു റീസൺ ആവും ടൈം സേവിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ പ്രീമിയം ബ്രാൻഡ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പ്രീമിയം ബ്രാൻഡും ലക്ഷറി ബ്രാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ആൻഡ് എങ്ങനെയാണ് ഒരു പ്രീമിയം ബ്രാൻഡ് വളർത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലായി. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അതിന്റെ ലുക്ക് കാണുന്ന സമയത്ത് ഇതൊരു പ്രീമിയം ആണെന്ന് തോന്നിക്കണം. അവിടെ പ്യൂർലി നമ്മളൊരു കൺസ്യൂമർ സൈക്കോളജിയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്. 2, അതിന്റെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഫീല്, അത് തൊടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു ഫീല്, അതും ഒരു പ്രീമിയം ഫീൽ ആയിരിക്കണം. ആൻഡ് 3, അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ മറ്റുള്ള പ്രോഡക്ട്സിൽ നിന്നും എന്ത് അഡീഷണൽ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്, അതും ഈ പ്രീമിയം ബ്രാൻഡിനുള്ള റീസൺ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്കത് വേർത്ത് ആണെന്നുള്ളൊരു തോന്നൽ കസ്റ്റമർക്ക് വരണം. അതിനെയാണ് നമ്മൾ പ്രീമിയം ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ബ്രാൻഡ് പോർട്ട്ഫോളിയോയ്ക്കകത്ത് ഇപ്പോൾ കുറച്ചധികം പ്രോഡക്ട്സ് നിങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 ബ്രാൻഡ്സ് പ്രീമിയം ആയിട്ട് നിങ്ങൾ ഇറക്കാനാണ് പ്ലാൻ എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇറക്കാനായിട്ട് നോക്കുക. അതായത് ഒരിക്കലും നിങ്ങളൊരു സാധാരണ ഒരു പ്രോഡക്റ്റിന്, ചുരുങ്ങിയ വിലയ്ക്കുള്ള പ്രോഡക്റ്റിന് ഒരിക്കലും പ്രീമിയം ടച്ച് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇറക്കരുത്. ഇറക്കിക്കഴിഞ്ഞാൽ അത് മതി അതിന്റെ വാല്യൂ ഇടിക്കാനായിട്ട്, റൈറ്റ്. സോ അത് കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജു രാജൻ സൈനിങ് ഓഫ് ആൻഡ് ജീവൻ സൈനിങ് ഓഫ്. ബൈ.